ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൺസിഡറേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടുഡേസ് ടോപ്പിക്: കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ, സംതിങ് ഇൻ റിട്ടേൺ, മേ മൂവ് ഫ്രം ദി പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ 2-3 പേര് കൂടിയിട്ട് കടയിൽ പോയിട്ട് ഒരു കുട്ടിക്ക് പേന വാങ്ങാനാണ് പോയത്. പേന വാങ്ങാൻ പോയപ്പോ എന്തുണ്ടായി? ABC 3 പേരുടെ പേരിട്ട്, എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മുഴുവൻ പേരറിയാത്ത കാരണമാണ്, സോറി കേട്ടാ. എ എന്ന് പറയുന്ന കുട്ടിക്കാണ് പേന വാങ്ങേണ്ടത്. എ പേന വാങ്ങുന്നു, പൈസ എ കൊടുത്തില്ല. അതിന് പകരം ബി എന്ത് ചെയ്തു? ബി മിഠായി വാങ്ങി, അതോടൊപ്പം തന്നെ ഈ പേനയുടെ പൈസ കൊടുത്തു. പക്ഷെ ഈ പേന വാങ്ങിയത് ആരാണ്? എ ആണ് വാങ്ങിയത്. പക്ഷെ പൈസ കൊടുത്തത് ആരാണ്? ബി ആണ് കൊടുത്തത്. ഒരു കുഴപ്പമില്ല, കൺസിഡറേഷൻ ഉണ്ടായാൽ മതി. മനസ്സിലായല്ലോ? അപ്പോ അണ്ടർ ഇംഗ്ലീഷ് ലോ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദി പ്രോമിസി. ഇംഗ്ലീഷ് ലോ അനുസരിച്ച് കൺസിഡറേഷൻ ആരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ്? ആരാണോ ഇവിടെ പേന വാങ്ങിയത് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ്. അതായത് പ്രോമിസി ചെയ്യുന്നത് ആരാണോ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ്. ബട്ട് അണ്ടർ ഇന്ത്യൻ ലോ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. പക്ഷെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഈ കൺസിഡറേഷൻ എന്നുള്ളത് ആരിൽ നിന്ന് വേണമെങ്കിലും ആകാം, പ്രോമിസിൽ നിന്ന് തന്നെ ആകണമെന്നില്ല. ദിസ് മീൻസ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ഫ്രം എ പാർട്ടി ടു ദ കോൺട്രാക്ട്. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള, ഓഫർ ചെയ്തിട്ടുള്ള ആളും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആളും അവർ രണ്ടും പേരും കൂടാതെ വേറൊരാൾക്ക് എന്ത് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നതാണ്? കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് ചിലപ്പോൾ ഒരു കൺസിഡറേഷനും ഇല്ലാതെ എഗ്രിമെന്റ് ഉണ്ടാവും. Though Section 25 of the Indian Contract Act insists on consideration for a valid contract, there are a few exceptions to the general law. എഗ്രിമെന്റ് ഒന്നില്ലെങ്കിലും കൺസിഡറേഷൻ ഇല്ലാത്തതിന് എക്സെപ്ഷൻസ് വരാണ്. നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്ട്. അതായത് എക്സെപ്ഷൻസ് വരുന്നതാണ് നേച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ. നേച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ ഒക്കെ ഇതിൽ നിന്ന് എക്സെപ്ഷൻസ് ആണ്. അതായത് സെക്ഷൻ 25 സബ്സെക്ഷനിൽ പറയാണ്, എഗ്രിമെന്റ് ഇൻ റൈറ്റിംഗ് വിച്ച് ഈസ് രജിസ്റ്റേർഡ് ഔട്ട് ഓഫ് നിയർ നേച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ ബിറ്റ്വീൻ റിലേറ്റീവ്സ് ഈസ് വാലിഡ് ആൻഡ് എൻഫോഴ്സിബിൾ ഈവൻ ദർ ഈസ് എ നോ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലെങ്കിലും നല്ല സ്നേഹമുള്ളവർ, റിലേറ്റീവ്സ് തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ഇൻ റൈറ്റിംഗ് വരികയാണ്, അവിടെ നേച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ ആയതുകൊണ്ട് അവിടെ കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇപ്പോ എന്താ പറയാ, അച്ഛനും മകനും, അച്ഛൻ മകന് എന്തെങ്കിലുമൊക്കെ മാസം മാസം കൊടുക്കാമെന്ന് എഴുതി കൊടുക്കുന്നു. അതിന് പകരം മകൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നേച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ ആണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. എഗ്രിമെന്റ് റിട്ടേൺ ആയിരിക്കണം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എഗ്രിമെന്റ് വരുന്നത് നേച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷനിലായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ പാർട്ടീസ് ഹു ആർ നിയർ റിലേറ്റീവ്സ് ഈച്ച് അതർ. ഇപ്പം വേറൊരു എക്സാമ്പിൾ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അച്ഛൻ്റെ അമ്മയുടെയും പ്രോപ്പർട്ടി മക്കൾക്ക് എഴുതി കൊടുക്കുന്നത്. അതെന്തുകൊണ്ട് അടുത്ത വീട്ടിലുള്ളവർക്കൊന്നും എഴുതി കൊടുക്കില്ലല്ലോ? നമ്മുടെ മക്കൾക്കല്ല നമ്മൾ കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നേച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ. അവിടെ എന്തുണ്ടായിരിക്കില്ല? കൺസിഡറേഷൻ ആയിരിക്കില്ല. മനസ്സിലായി? അതാണ് ഏറ്റവും നല്ല, പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അപ്പൊ നേച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷനിൽ കൺസിഡറേഷൻ ഉണ്ടാവില്ല. ഇനി പാസ്റ്റ് വളണ്ടറി സർവീസസ് എക്സെപ്ഷൻസ് ആണ്. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ട് നോ കൺസിഡറേഷൻ, നോ വാലിഡ് എഗ്രിമെന്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. എക്സെപ്ഷനിൽ പ്രോമിസ് ടു പേ വളണ്ടറി സർവീസസ്, വളണ്ടറി സ്പെല്ലിംഗ് തെറ്റാണ് അല്ലേ, വളണ്ടറി സർവീസസ് ഈസ് ബൈൻഡിങ് ഈവൻ ദോ ഇറ്റ് ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ. വളണ്ടറി സർവീസസിന് എന്തുണ്ടായിരിക്കില്ല? ഒരിക്കലും എന്തുണ്ടാവില്ല? കൺസിഡറേഷൻ ഉണ്ടാവില്ല. അതിൽ സാറ്റിസ്ഫൈ ചെയ്യണം ചെയ്തത് സർവീസ് ഷുഡ് ഹാവ് ബീൻ റെൻഡേഡ് വളണ്ടറി, വളണ്ടറി ആയിട്ട് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. സർവീസസ് ഷുഡ് ഹാവ് ബീൻ ഡൺ ഫോർ ദി പ്രോമിസർ,
പ്രോമിസറുടെ ഇഷ്ടം പോലെ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. പ്രോമിസർ മസ്റ്റ് ഹാവ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം വെൻ ദി ആക്ട് വാസ് ഡൺ. ആ പ്രവൃത്തി അവിടെ നടക്കുമ്പോൾ പ്രോമിസ് ചെയ്തിട്ടുള്ള ആൾ അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രോമിസർ മസ്റ്റ് അഗ്രി നൗ ടു കോമ്പൻസേറ്റ് ദ പ്രോമിസി. അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് പ്രോമിസർ അഗ്രി ചെയ്യേണ്ടതാണ്. പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെറ്റ് ആയിരിക്കണം അതിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് എക്സെപ്ഷൻസിൽ. അതിൽ ടൈം ബാർഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെറ്റ് ഈസ് എൻഫോഴ്സിബിൾ പ്രൊവൈഡഡ് പ്രോമിസ് ഈസ് ഇൻ റൈറ്റിംഗ് ആൻഡ് ഡ്യുവലി സൈൻഡ്. ഇത്ര സമയത്തിനുള്ളിൽ എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെറ്റ് ദ പ്രോമിസ് മസ്റ്റ് ബി ഡെഫിനറ്റ് എക്സ്പ്രസ്. ഡെഫിനറ്റ് ആയിരിക്കണം പ്രോമിസ്, എക്സ്പ്രസ് ആയിരിക്കണം, റൈറ്റിംഗിലായിരിക്കണം. അതിൽ പ്രോമിസറോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം ടൈം ബാർഡ് ആണെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. പിന്നെ എക്സെപ്ഷൻസ് വരുന്നതാണ് കൺസിഡറേഷനിൽ ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്. ഇപ്പൊ നമ്മളുടെ ഫ്രണ്ടിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാണ് ബർത്ത്ഡേക്ക്, അതിൽ കൺസിഡറേഷൻ ഇല്ല. Enjoy exception to payment of consideration. A gift actually made is valid even though it is made without consideration. Lack of consideration does not affect the validity of the contract. കൺസിഡറേഷൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അവിടെ ഇല്ലാതാക്കുന്നില്ല. കൺസിഡറേഷൻ ഈസ് നോട്ട് എസെൻഷ്യൽ ഇൻ ദ ക്രിയേഷൻ ഓഫ് ആൻ ഏജൻസി. അതുപോലെ നമ്മൾക്കൊരു ഏജൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺസിഡറേഷൻ അവിടെ ഉണ്ടാക്കണമെന്ന് നിയമമില്ല. Where a charge is created on some specific immovable property for the benefit of third party. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അതിലും തേർഡ് പാർട്ടി കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. വേറെ ചാർജ് ഈസ് ക്രിയേറ്റഡ് ഓൺ സം സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിറ്റ് ഓൾറെഡി പറഞ്ഞതാണ്. വേർ പ്രോമിസ് ഈസ് മെയ്ഡ് ടു ആൻ ഇൻഡിവിജ്വൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് തേർഡ് പാർട്ടി ആൻഡ് ചാർജ് ഈസ് ക്രിയേറ്റഡ് ഓൺ എ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ദ തേർഡ് പാർട്ടി ക്യാൻ എൻഫോഴ്സ് ദ കോൺട്രാക്ട് ഈവൻ ദോ ഹി ഈസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട്. അങ്ങനെ തേർഡ് പാർട്ടി ഇമ്മൂവബിൾ പാർട്ടിക്ക് ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ പ്ലഡ്ജ് ചെയ്യുന്ന എന്തെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെയുള്ള അവസരത്തിൽ തേർഡ് പാർട്ടി ക്യാൻ എൻഫോഴ്സ് ദ കോൺട്രാക്ട് ഈവൻ ദോ ഹി ഈസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട്. ആ കോൺട്രാക്ട് നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാം. അദ്ദേഹം കോൺട്രാക്റ്റിൽ പാർട്ടി ആകുന്നില്ലെങ്കിലും അദ്ദേഹം അതിന് ചെയ്യാൻ പറ്റും. നീ പ്രിവിറ്റ് അത് നാളെ എടുക്കാം കേട്ടോ. ഇന്നിപ്പോ എക്സാമും എഴുതണ്ട നിങ്ങൾക്ക്. നമ്മൾ പറഞ്ഞു വന്നത് കൺസിഡറേഷൻ കൊടുക്കുന്നത് പ്രോമിസിയുടെ കയ്യിൽ നിന്നാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്നായിരിക്കാം. കൺസിഡറേഷൻ ഇല്ലാത്ത കുറേ എഗ്രിമെന്റ്സ് ഉണ്ട്. ആണ് നേച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ അതിൽ വരുന്നതാണ്. പാസ്റ്റ് വളണ്ടറി സർവീസസ് അതിൽ വരുന്നതാണ്. പ്രോമിസർ മസ്റ്റ് ഹാവ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം വെൻ ആക്ട് വാസ് എ ഡൺ. അല്ല സോറി, ഇതാണ് നാലാമത്തെ കേട്ടോ. ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. കൺസിഡറേഷൻ ഈസ് നോട്ട് എസെൻഷ്യൽ ഇൻ ദ ക്രിയേഷൻ ഓഫ് ആൻ ഏജൻസി. വേറെ ചാർജ് ഈസ് ക്രിയേറ്റഡ് ഓൺ സം സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് എക്സെപ്ഷൻസ് വരുന്നത്. 6 പോയിന്റ് എക്സെപ്ഷൻസ്. കൺസിഡറേഷൻ ആരെ കയ്യിൽ നിന്ന് വേണമെങ്കിലും കിട്ടാം. ചില അവസരത്തിൽ മാത്രം അതിന് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.